അമ്മമാരെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുള്ള അമ്മമാരാണ്. നിങ്ങൾ കരങ്ങൾ കൊണ്ട് ബൈബിൾ എഴുതി, ഉദരം കൊണ്ട് നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് ഈശോയെ പകരുന്ന വ്യക്തികളായിട്ട് ഓരോ ദിനവും വളർന്ന് വളർന്ന് വരണം. പ്ലാച്ചിക്കൽസിന്റെ വചന പ്രതിഷ്ഠയുടെ അവസാനത്തെ ബൈബിൾ വാക്യം യാക്കോബ് ശ്ലീഹായുടെ ആയിരുന്നു. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അത് പാലിക്കണമെന്നാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. യാക്കോബ് ശ്ലീഹ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ വചനം കേട്ടാൽ മാത്രം പോരാ, അത് പാലിക്കുന്നവരാകണം. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളെല്ലാം നമ്മളത് കാണുന്നുണ്ട്. ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്ത ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് ഇവർ ഈ സഭയെല്ലാം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ആളുകളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വചനം കേട്ടാൽ മാത്രം പോരാ, അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഉണ്ടായിരുന്നു പാലിക്കാൻ മടിയുള്ള ആളുകൾ, കേൾക്കാൻ വലിയ താല്പര്യമുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഈ 2000 ആളുകൾ, 2000 ഭവനങ്ങൾ ഈ വചനം പ്രാർത്ഥനാപൂർവം എഴുതി അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് പുസ്തകമാക്കി മാറ്റുന്നതിലൂടെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് ഈ ബൈബിൾ വാക്യം കടന്നു വരികയാണ്. ജീവിതത്തിന്റെ ഒരു നിമിഷങ്ങളിൽ തീരുമാനം എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ബൈബിൾ വാക്യം നിങ്ങൾക്ക് സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരും. പാദങ്ങളെ നയിക്കുന്ന വിളക്ക് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷനിലൊക്കെ കാണുന്നത്. നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഒരു വിളക്കുണ്ട്. നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ട ഒരു വിളക്കുണ്ട്. അത് തിരുവചനമാണ്. പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന തിരുവചനമാണ്. ആ വചനങ്ങൾ നമുക്ക് വിളക്കാകണം. ഇന്ന് നിങ്ങൾ ഈ ബൈബിൾ എഴുതുന്ന ഈ കാര്യങ്ങൾക്ക് ഏറ്റവും അധികം കർത്താവിന് അനുഗ്രഹം ഉണ്ടാകുന്നത് ഈ എഴുതിയ വചനഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ വിളക്കായിട്ട് മാറണം. നിങ്ങൾ എഴുതുന്നതൊക്കെ നിങ്ങളുടെ ഭർത്താവ് കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട്, ചിലരെ കുടുംബം ഒരുമിച്ചിരുന്ന് ബൈബിൾ എഴുതുന്നുണ്ട്. ഇത് കേരളത്തിൽ നമ്മുടെ രൂപതയിൽ മാത്രമല്ല, ഒരുപാട് രൂപതകളിലുണ്ട്. ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ രൂപതകളിലുണ്ട്. ഇപ്പോൾ കണ്ണഞ്ചിറച്ചൻ എന്നോട് പറഞ്ഞു, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 64,000 കുടുംബങ്ങളിൽ നിന്ന് 40,000 പേര് ഈ വചനം എഴുതുന്ന ഈ പ്രേക്ഷിത ശുശ്രൂഷയിൽ പങ്കുചേർന്നു. കഴിഞ്ഞ വർഷം അതിൻ്റെ വലിയ ആഘോഷപൂർവമായ സമ്മേളനവും നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പായ നാലഞ്ചേരി പിതാവ് അവിടെ ചെന്നതൊക്കെ നമ്മൾ ചിലപക്ഷേ വാർത്തയിൽ കണ്ടു കാണും. നമ്മുടെ രൂപതയിൽ 2000 പേരാണ്. അത് ഓരോ വർഷവും നമ്മുടെ രൂപത നമുക്കറിയാം, ചങ്ങനാശ്ശേരി പോലെയൊന്നുമല്ല. നമ്മൾ പാവങ്ങളാണ്, ഒത്തിരി പണിയുണ്ട്. എല്ലാവർക്കും ഇത് എഴുതാൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, അല്ലേ? എഴുതാൻ എല്ലാവർക്കും അറിയാം. 2000 പേരിലേക്ക് എത്തി. അടുത്ത വർഷം അത് ചിലപ്പോൾ 2500 ആയിരിക്കാം, 3000 ആയിരിക്കാം. കുട്ടികളിലേക്ക് എത്തും, യുവജനങ്ങളിലേക്ക് എത്തും, അമ്മമാരിലേക്ക് മാത്രമല്ല. അങ്ങനെ കൂടുതൽ ആളുകൾ ഇത് വചനം വായിച്ച് പ്രാർത്ഥിച്ച് എഴുതുമ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും.